അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേദിയിലും സദസ്സിലുമുള്ള വളരെ ബഹുമാന്യരായ വ്യക്തികളെ, പ്രിയപ്പെട്ടവർ, ചരിത്ര സെമിനാർ, ചരിത്ര സമ്മേളനം ഒരുപാട് ഓർമ്മകളിലേക്ക്, ഒരുപാട് കാലം പിറകിലേക്ക് നമ്മെ വഴി നടത്തുന്നു. ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ഈ ചരിത്ര സമ്മേളനത്തിന് ഒരുപാട് പൊരുളും അർത്ഥവും പ്രസക്തിയുമുണ്ട്. വളരെ യാദൃശ്ചികമായേക്കാം ഈ വേദിയിൽ മുൻനിരയിൽ രണ്ടറ്റങ്ങളിൽ, ഒന്ന് ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്, ഒന്ന് CH മുഹമ്മദ് ഹാജി. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തെളിഞ്ഞ് വന്ന ഒരു വിചാരം ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ചാലിയിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ പേരക്കുട്ടിയാണ് CH മുഹമ്മദ് ഹാജി. ചാലിയിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി എന്ന് ഒരു മുഖവരയില്ലാതെ കേരളീയ പൊതുസമൂഹത്തിന് കൃത്യമായി അറിയുന്ന ഒരു വഴിയടയാളമാണ് ഡോക്ടർ EK അഹമ്മദ് കുട്ടി സാഹിബ്. EK മൗലവിയുടെ പേരക്കുട്ടിയാണ്. തലമുറകൾ തമ്മിൽ ദൂരവ്യത്യാസമുണ്ടെങ്കിലും EK മൗലവിയുടെ നേരെ പേരക്കുട്ടിയാണ്. ഈ തിരൂരങ്ങാടിക്ക് അഭേദ്യമായ ബന്ധമുള്ള, തിരൂരങ്ങാടിയുമായി ജൈവ ജനിതക ബന്ധമുള്ള രണ്ട് മഹാരഥന്മാരാണ് ചാലിയിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ തിരൂരങ്ങാടിയെ ഏറെക്കാലം പ്രവർത്തന മണ്ഡലമാക്കിയ EK മൗലവിയും. ചരിത്രം ഒരു വലിയ ഉറവയാണ്. ചരിത്രത്തെ വണ്ടിയോടിക്കുന്ന ഡ്രൈവറുടെ വലതുഭാഗത്തുള്ള കണ്ണാടി എന്ന് ചരിത്രകാരനായ രാജൻ ഗുരുക്കൾ, ഡോക്ടർ രാജൻ ഗുരുക്കൾ നിർവചിക്കുകയുണ്ടായി. വളരെ കൃത്യമായ ഒരു നിർവചനമാണത്. ഡോക്ടർ രാജൻ ഗുരുക്കൾ മറ്റെവിടെ നിന്നെങ്കിലും കടം കൊണ്ടതാണോ എന്നറിയില്ല. കടം കൊള്ളാതെ തന്നെ നിരീക്ഷണങ്ങളും നിഗമനങ്ങളും നിർവചനങ്ങളും നൽകാൻ പ്രാപ്തനായ ആധികാരിക ചരിത്ര പണ്ഡിതനാണ് ഡോക്ടർ രാജൻ ഗുരുക്കൾ. വണ്ടിയോടിക്കുന്ന ഡ്രൈവറുടെ വലതുഭാഗത്തുള്ള കണ്ണാടിക്ക് ഒരു വലിയ ധർമ്മമുണ്ട്, നിയോഗമുണ്ട്. ആ കണ്ണാടിയിലേക്ക് കൂടെ നോക്കിക്കൊണ്ട് മാത്രമേ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർക്ക് വണ്ടിയുടെ ഗതി വിഗതികളെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നിട്ട വഴികളെ സംബന്ധിച്ച കൃത്യമായ ധാരണ നൽകുന്നു. അതിന്റെ വെളിച്ചത്തിലാണ് മുന്നോട്ടുള്ള വഴിയെ ഡ്രൈവർ സുഗമമാക്കുന്നത്. ഇതാണ് ചരിത്രത്തിന്റെ ധർമ്മം, ചരിത്രത്തിന്റെ നിയോഗം. വിശുദ്ധ ഖുർആൻ ഒരു ചരിത്ര ഗ്രന്ഥമല്ല എന്ന് നമുക്കറിയാം. ഒരു ചരിത്ര ഗ്രന്ഥത്തിന്റെ പരിമിതിക്കകത്തല്ല വിശുദ്ധ ഖുർആൻ. പക്ഷേ വിശുദ്ധ ഖുർആനിൽ ചരിത്രത്തെ സംബന്ധിച്ച്, ചരിത്ര ശകലങ്ങളെ കുറിച്ചുള്ള ധാരാളം ഓർമ്മപ്പെടുത്തലുകൾ, അത് സമൂഹത്തെക്കുറിച്ച്, സമൂത് സമുദായത്തെക്കുറിച്ചൊക്കെയുള്ള ഓർമ്മപ്പെടുത്തലുകൾ, ഫിർഔനെ കുറിച്ചുള്ള, നമ്രൂദിനെ കുറിച്ചുള്ള അനവധി ഓർമ്മപ്പെടുത്തലുകൾ സമൂഹത്തെ പുനരേകീകരിക്കാൻ, പുനഃക്രമീകരിക്കാൻ അവിഭാജ്യമായ ഘടകമാണ് ചരിത്രം എന്ന വസ്തുതയെ മുൻനിർത്തി കൊണ്ടു തന്നെയാണ് ഈ തിരൂരങ്ങാടിയുടെ ചരിത്രം ആർക്കെങ്കിലും ഏതാനും സമയത്തിനകത്തോ താളുകൾക്കുള്ളിലോ പരിമിതപ്പെടുത്താൻ സാധ്യമല്ല. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഡോക്ടർ ഒലിവർ നൂൺ എന്ന പ്രസിദ്ധനായ ഒരു ഡോക്ടർ, അദ്ദേഹം ചരിത്രകാരനല്ല, ബയോളജിസ്റ്റാണ്. അദ്ദേഹം നമ്മുടെ തിരൂരങ്ങാടി PSM കോളേജിൽ വന്നു. ലണ്ടനിൽ നിന്നാണ് അദ്ദേഹം കോളേജിൽ വന്നത്. ബ്രിട്ടീഷ് ചരിത്രം പരിശോധിക്കുന്നതിനിടയിൽ അദ്ദേഹം
പ്രൊഫഷണൽ ഡോക്ടറാണെങ്കിലും അദ്ദേഹത്തിന്റെ മേഖല മുഴുവൻ ചരിത്രമാണ്. ലണ്ടൻ ആർക്കവൈസിൽ അദ്ദേഹം ചരിത്ര രേഖകൾ പരിശോധിച്ചു കൊണ്ടിരിക്കെ ബാറ്റിൽ ഓഫ് തിരുവങ്ങാട് എന്ന ഒരു ചാപ്റ്റർ അദ്ദേഹം കണ്ടു. അത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. അസാധാരണമായ പാടവങ്ങളോടെ രാജ്യത്തെ കിടിലം കൊള്ളിച്ചൊരു യുദ്ധം ഈ തിരൂരങ്ങാടിയിൽ ഉണ്ടായി. ദ ബാറ്റിൽ ഓഫ് തിരുവങ്ങാട്. അത് ടിപ്പു സുൽത്താനും ബ്രിട്ടീഷുകാരുമായി നടന്ന ഒരു യുദ്ധമാണ്. ആ യുദ്ധം കൃത്യമായി തിരൂരങ്ങാടിയിൽ എവിടെ എന്ന് ഗവേഷകർക്ക് നിഗമിക്കാൻ സാധിച്ചില്ലെങ്കിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചരിത്ര ഗവേഷകന്മാർ ആ യുദ്ധ സ്ഥലം നിർണയിച്ചിരിക്കുന്നത് നമ്മുടെ ചെമ്മാടാണ്. ഇന്നത്തെ ചെമ്മാടിന്റെ പ്രധാന ഹൃദയഭാഗമാണ്. ഖദീജ ടെക്സ്റ്റൈൽസ് ഒക്കെ ഉൾക്കൊള്ളുന്ന ആ ഭാഗമായിരുന്നു ആ യുദ്ധക്കളം എന്നാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ചില ചരിത്രകാരന്മാർ നിർണയിച്ചിരിക്കുന്നത്. ഡോക്ടർ ഒലിവർ നൂൺ ഇത് വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് വല്ലാത്ത അതിശയം തിരൂരങ്ങാടിയെ കുറിച്ചുണ്ടായി. അദ്ദേഹം തുടർന്ന് തിരൂരങ്ങാടിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങി. അദ്ദേഹം അങ്ങനെ പഠിച്ചപ്പോഴാണ് അത്ഭുതത്തോടുകൂടി അതിശയകരമായ ഒരു ചരിത്ര പശ്ചാത്തലം തിരൂരങ്ങാടിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ആ തിരൂരങ്ങാടിയുടെ മണ്ണ് കാണാൻ ഡോക്ടർ ഒലിവർ നൂൺ ഇന്ത്യയിലേക്ക് വന്നു, കേരളത്തിലേക്ക് വന്നു, തിരൂരങ്ങാടിയിലേക്ക് വന്നു. തിരൂരങ്ങാടി PSM കോളേജിലെ വിദ്യാർത്ഥികളുമായി അദ്ദേഹം സംസാരിച്ചു. നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ചരിത്ര വിവരമൊന്നും ഉണ്ടാകുക വലിയ സാധ്യതകളൊന്നുമില്ലല്ലോ. സാമ്പ്രദായിക പാഠപുസ്തകങ്ങൾ നമുക്ക് കൃത്യമായി ചരിത്രം കൈമാറിക്കൊണ്ട് തരുന്നില്ല എന്നും നമുക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ സാമ്പ്രദായിക പാഠപുസ്തകങ്ങൾ വായിച്ച് ശീലിച്ച പുതിയ തലമുറക്ക് എങ്ങനെയാണ് ഈ ചരിത്രത്തെക്കുറിച്ചൊക്കെ ധാരണകൾ ഉണ്ടാക്കുക? പാഠപുസ്തകങ്ങളിൽ നിന്ന് അല്പസ്വല്പമൊക്കെ വഴിമാറി അധ്യാപകരും അല്ലാത്ത ആളുകളും ഇതുപോലുള്ള ചരിത്ര സമ്മേളനങ്ങൾ ആ നിയോഗമാണ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. ചരിത്രങ്ങളെക്കുറിച്ചും ശകലങ്ങളെക്കുറിച്ചൊക്കെ ഓർമ്മപ്പെടുത്തുമ്പോൾ സ്വാഭാവികമായും പാഠപുസ്തകങ്ങൾ നമുക്ക് നൽകാത്ത അതിനപ്പുറത്തുള്ള ചരിത്ര വിവരങ്ങൾ തീർച്ചയായും നമുക്ക് ലഭ്യമാകും. അതാണ് ഈ ചരിത്ര സെമിനാറുകളുടെയും ഈ ഇത്തരത്തിലുള്ള അനുസ്മരണങ്ങളുടെയും ഒക്കെ നിയോഗം എന്ന് നമ്മൾ മനസ്സിലാക്കുക. എങ്ങനെയാണ് തിരൂരങ്ങാടിക്ക് ഇങ്ങനെ ഒരു വല്ലാത്ത ഒരു അവസ്ഥ, ഒരു രസതന്ത്രം തിരൂരങ്ങാടിയിൽ കേന്ദ്രീകരിക്കപ്പെട്ടത് എന്ന് ആരും അതിശയിച്ചു പോകും. അതാണ് ഒലിവർ നൂണിനെ പോലുള്ള ആളുകൾ അതിശയിച്ചത്. അത്ഭുതകരമായിരുന്നു തിരൂരങ്ങാടി. പിന്നീട് നമ്മളിപ്പോ ബഹുമാന്യനായ MK ഹാജി ഉൾപ്പെടെയുള്ള ആളുകളെ അനുസ്മരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെയൊക്കെ ഇങ്ങനെ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പരിസരം സജ്ജമാക്കപ്പെട്ടു എന്ന കാരണങ്ങൾ നമുക്ക് മനസ്സിലാക്കും, ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. 1498 പോർച്ചുഗീസുകാർ വന്നതും പോർച്ചുഗീസുകാർക്കെതിരെ 1592 മുതൽ ആരംഭിച്ച ചെറുത്തുനിൽപ്പും ഈ തിരൂരങ്ങാടിയിൽ നിന്ന് ആ ചെറുത്തുനിൽപ്പിന് ഒരുപാട് പിൻബലങ്ങളും പിന്തുണയും ഉണ്ടായിരുന്നു എന്നുള്ളതൊരു വാസ്തവമാണ്. ചാലിയത്തെ പോർച്ചുഗീസുകാരുടെ കോട്ട തകർക്കപ്പെട്ട സംഭവമാണ് അധിനിവേശ ശക്തികൾക്ക് ഈ രാജ്യത്തേറ്റ ഏറ്റവും വലിയ ആദ്യത്തെ പ്രഹരം എന്ന് നമ്മൾ മനസ്സിലാക്കുക. അധിനിവേശ വിരുദ്ധ പോരാട്ടം ആരംഭിച്ചതും നമ്മുടെ ഏതാണ്ട് ഈ പരിസരങ്ങളിലായിരുന്നു. വെളിപ്പാട് അകലെയുള്ള താനൂർ ഉൾപ്പെടുന്ന നമ്മുടെ പൊന്നാനി തീരപ്രദേശങ്ങളിൽ നിന്നാണല്ലോ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ അധിനിവേശ വിരുദ്ധ പോരാട്ടം ആരംഭിക്കുന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂമിന്റെ അദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട തങ്ങളവരുടെ തഹ്രീർ അഹ്ലിൽ ഈമാനി അലാ ജിഹാദി അബ്ബദത്ത് സുൽബാനി എന്ന സമരകാര്യവും പിന്നീട് ഷെയ്ഖ് സൈനുദ്ദീൻ മക്തൂം രണ്ടാമൻ തുഹഫത്തുൽ മുജാഹിദീൻ ഈ സംഗതികൾ, ഈ സമരകാവ്യങ്ങളൊക്കെ ഈ സമര വീര്യത്തെ എങ്ങനെയാണ് ദിശാനിർണയം നടത്തിയത്, വഴി നടത്തിയത് എന്നതിലേക്കൊക്കെ കൃത്യമായ വെളിച്ചം വീശുന്നു. ഞാനത് ഇവിടെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നില്ല. വളരെ പ്രഗത്ഭരായ ഡോക്ടർ മുഹമ്മദ് സാഹിബിനെ പോലുള്ള ചരിത്രകാരന്മാർ തന്നെ പലരും, പല പണ്ഡിതരും ഈ വേദിയിലുള്ളവർ ഇവിടെ അവരുടേതായ സന്ദർഭങ്ങളിൽ തീർച്ചയായും ആ കാര്യങ്ങളിലൊക്കെ വെളിച്ചം വീശുമല്ലോ. ബഹുമാന്യനായ മമ്പുറം ഖുതുബുസ്സമാൻ സയ്യിദ് അലവി തങ്ങളുടെ നിയോഗം, തങ്ങളുടെ നിലപാട്, ഏതൊക്കെ വാക്കുകളും മാനങ്ങളും ഉപയോഗിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട തങ്ങളവറുകളെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക എന്ന് നമ്മളൊന്ന് ആലോചിക്കുക.
പരിഷ്കർത്താവായിരുന്നു, മഹാപണ്ഡിതനായിരുന്നു, അതിശക്തനായ സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായിരുന്നു. അസൈഫുൽ ബത്താർ അലാമൻ യുവാലിൽ കുഫാർ എന്ന ബഹുമാനപ്പെട്ട തങ്ങളവരുടെ സമരകാവ്യം നേരത്തെ തഹ്രീദിനെ കൊണ്ട് പറഞ്ഞ പോലെ, തുഹഫത്തുൽ മുജാഹിദീനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെയായിരുന്നു അസൈഫുൽ ബത്താർ അലാമൻ യുവാലിൽ കുഫാർ എന്ന സമരകാവ്യം. ആ സമരകാര്യവും ആരെങ്കിലും ആലപിക്കുന്നത് അറിവിൽപ്പെട്ടാൽ അവരുടെ പേരുകൾ അറിയിക്കണമെന്ന് ബ്രിട്ടീഷുകാർ അന്ന് വിളംബരപ്പെടുത്തിയിരുന്നു, ചെണ്ട കൊട്ടി അറിയിച്ചിരുന്നു. അസൈഫുൽ ബത്താർ ഒരാൾ പോലും അത് അനുസ്മരിക്കുകയോ അത് പാരായണം ചെയ്യുകയോ അത് ചുണ്ടുകളിലെ മന്ത്രമാക്കുന്നത് പോലും വിലക്കപ്പെട്ടിരുന്നു എന്ന് മനസ്സിലാക്കുക. 1844 മമ്പുറം തങ്ങൾ ലോകത്തോട് വിട പറയുന്നത്. അന്ന് മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫളൽ തങ്ങൾക്ക് 20 വയസ്സായിരുന്നു. മമ്പുറം തങ്ങളുടെ മകൻ സയ്യിദ് ഫളൽ തങ്ങൾ പിന്നീട് ആരായി എന്ന് നമ്മളൊന്ന് നോക്കുക. ഒരുപക്ഷെ നമ്മുടെ മണ്ണിന് ലോകത്തേക്ക് നൽകാനായ ഏറ്റവും വലിയ സംഭാവനകളിലൊന്നായി അദ്ദേഹം ഭരണാധികാരിയായി, നയതന്ത്രജ്ഞനായി, വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പോരാളിയായി, ഒരു ലോകത്തുടനീളം ബ്രിട്ടീഷ് വിരുദ്ധതയുടെ ഒരു മഹാസഖ്യം രൂപപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഫളൽ തങ്ങൾ അവർകൾ നടത്തുകയുണ്ടായി. അവിസ്മരണീയമായ അത്യുജ്വലമായ ഒരു അധ്യായമായി സയ്യിദ് ഫളൽ തങ്ങൾ അങ്ങനെ വിരാജിക്കുന്നു. ഈ ഫളൽ തങ്ങളും വാസ്തവത്തിൽ തിരൂരങ്ങാടിയുടെ സന്തതിയാണ്. അങ്ങനെ ഒരു വല്ലാത്ത കാലഘട്ടം തുടർന്ന് ആ സമരവീര്യത്തിന്റെയും ആ ആദർശ നിബദ്ധതയുടെയും ആ ഒരു സമർപ്പണത്തിന്റെയും ഒക്കെ പരിസരങ്ങളിൽ നിന്നാണ് ബഹുമാന്യരായ MK ഹാജി സാഹിബിനെ പോലുള്ള ആളുകൾ നമുക്ക് ഉണ്ടായത് എന്നുകൂടി തീർച്ചയായും നമ്മളൊന്ന് അനുസ്മരിക്കുക. ഞാനത് ആ ചരിത്ര ശകലങ്ങളിലേക്കൊന്നും ഇവിടെ പറയുന്നില്ല. ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ എടത്താണി സാഹിബ്, ബഹുമാനപ്പെട്ട MK ഹാജി ഉൾപ്പെടെയുള്ള ആളുകളെ കുറിച്ച് പറഞ്ഞു. മതവിദ്യാഭ്യാസ രംഗത്ത് ഐതിഹാസികമായ മാറ്റങ്ങൾ കുറിച്ച ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജി, ചാലിലകത്ത് ആ മേഖലയിൽ അനിഷേധ്യമായ സ്ഥാനം വഹിക്കുന്ന വ്യക്തിയാണ്. മദ്രസ പ്രസ്ഥാനത്തിന്റെ ചാലിലകത്ത് തുടക്കം കുറിച്ച മദ്രസ പ്രസ്ഥാനം, അതോടൊപ്പം തന്നെ ആ മതവിദ്യാഭ്യാസ പ്രസ്ഥാനവും ഒക്കെ എങ്ങനെയാണ് നമ്മൾക്ക് അതിന്റെ ഗുണഭോക്താക്കളാണ്. ഇപ്പോ എങ്ങനെ ഈ മണ്ണിനത് ഗുണം ചെയ്തു എന്ന് നമുക്കറിയാമല്ലോ. അപ്പൊ ചാലിലകത്തുമായി ബന്ധപ്പെട്ടത് തിരൂരങ്ങാടി ആയിരുന്നല്ലോ ചാലിലകത്തിന്റെയും ദീർഘകാലത്തെ പ്രവർത്തന മേഖല. അതുപോലെ തന്നെ മഹാനായ KM മൗലവി സാഹിബ്, KM മൗലവി സാഹിബിനെ കുറിച്ചൊക്കെ നമ്മൾ അനുസ്മരിക്കുമ്പോൾ എന്തൊരു ആ വിശുദ്ധിയുടെ മുന്നിൽ, ആ വ്യക്തിപരമായ വിശുദ്ധിയുടെ, പൊതുജീവിതത്തിൽ ആദർശനിഷ്ഠയുടെ മുന്നിൽ വാസ്തവത്തിൽ ആരാണ് നമ്ര ആകാതിരിക്കുക എന്ന് നമ്മൾ ആലോചിക്കുക. സംസാരമധ്യേ ഒരിക്കൽ ഒരാൾ നമസ്കരിക്കാറില്ല എന്ന വിവരം ബഹുമാനപ്പെട്ട KM മൗലവി അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സുബ്ഹാനല്ലാഹ്, തിരൂരങ്ങാടിയിൽ നമസ്കരിക്കാത്തവനോ എന്ന് ചോദിച്ച ആ ചോദ്യത്തിന്റെ ആഴങ്ങളിലെ നിഷ്കളങ്കതയും ആ ചോദ്യത്തിന്റെ ആഴങ്ങളിലെ ആ നമസ്കാരം എന്നതിനെ കുറിച്ചുള്ള ആ വലിയ ഉദാത്തമായ കാഴ്ചപ്പാടും നമ്മളൊന്ന് താരതമ്യം ചെയ്യുക. പടച്ചവനെ, തിരൂരങ്ങാടിയിൽ നമസ്കരിക്കാത്തവനോ എന്ന KM മൗലവിയുടെ ആ ചോദ്യം, തിരിച്ചുള്ള ചോദ്യം വാസ്തവത്തിൽ ഒരു മഹാമനുഷ്യയുടെ നിഷ്കളങ്കമായ, അപാരമായ നിഷ്കളങ്കതയുടെ കൂടെ ഒരു നെടയാട്ടമാണ്. വലിയ തുല്യതയില്ലാത്ത അതുല്യമായ ഒരു പണ്ഡിത പ്രഭവനായിരുന്നല്ലോ ബഹുമാനപ്പെട്ട അബ്ദുറഹിമാൻ എടത്താണി സാഹിബ്. ആ കാര്യം ഇവിടെ പറഞ്ഞു. ബഹുമാനപ്പെട്ട KM മൗലവി ഈ തിരൂരങ്ങാടിയെ പ്രവർത്തന മേഖലയാക്കിയെടുത്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള KM മൗലവിയുടെ വിരുദ്ധ നിലപാട് നമുക്കറിയാം. നേരത്തെ തിരൂരങ്ങാടിയുടെ പരിസരങ്ങൾ തജന്യമാക്കിയ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ വീര്യം, അതിന്റെ സ്പിരിറ്റ് ബഹുമാനപ്പെട്ട KM മൗലവിയുടെ നിലപാടുകളിലും ഉണ്ടായിരുന്നു, ബഹുമാനപ്പെട്ട MK ഹാജി സാഹിബിന്റെ നിലപാടുകളിലും ഉണ്ടായിരുന്നു. വളരെ ശക്തമായി ബ്രിട്ടീഷുകാർക്കെതിരെ നിലയുറപ്പിച്ച ഒരാളായിരുന്നല്ലോ ബഹുമാനപ്പെട്ട MK ഹാജി സാഹിബ്. അദ്ദേഹം മദിരാശയിലേക്ക് പോകാനുണ്ടായ കാരണം പോലും അദ്ദേഹം വേട്ടയാടപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ. ബഹുമാനപ്പെട്ട MK ഹാജി സാഹിബിനെ പറയുന്ന വിധത്തിലുള്ള നവോത്ഥാനത്തിന്റെ ഒരു രാജവീതിയിലേക്ക് ആനയിച്ചത് വാസ്തവത്തിൽ അബ്ദുറഹിമാൻ ഹാജി എന്നറിയപ്പെടുന്ന ചാലിലകത്ത് കുഞ്ഞഹമ്മദ് ഹാജിയുടെ കുടുംബത്തിലെ ഒരു പണ്ഡിതനായിരുന്നല്ലോ. നമുക്കറിയുന്ന ഒരു ചരിത്രമാണത്. അപ്പോഴാണ് പരിഷ്കർത്താവായ, നവോത്ഥാന നായകനായ, മാറ്റങ്ങളുടെ രാജശില്പിയായ MK ഹാജി എന്ന് പറയുന്ന തുല്യതയില്ലാത്ത ഒരാൾ ജനിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ആ സംഭവം അപ്പോ ബഹുമാനപ്പെട്ട ചാലിലകത്തിന്റെ ആ
ആ വഴിത്താരകളിലെ പല കണ്ണികൾ വഹിച്ചുകൊണ്ടിരുന്ന നിയോഗങ്ങൾ CA പാപ്പ എന്ന് സ്നേഹത്തോടുകൂടി ഈ നാട്ടിലുള്ള ആളുകൾ വിളിച്ചിരുന്ന CA മൗലവി ഉൾപ്പെടെയുള്ള എത്ര മനീഷികൾ കഴിഞ്ഞുപോയി. EK മൗലവി ഒരുപാട് കാലം ഈ തിരൂരങ്ങാടിയെ പ്രവർത്തന മേഖലയാക്കിയെടുത്തു. ഇത് ഇപ്പോ ഈ കോളേജുമായി ബന്ധപ്പെട്ട് ഈ കോളേജ് 968 സ്ഥാപിക്കപ്പെട്ട സമയത്ത് ഈ കോളേജിന് അംഗീകാരം നൽകണമോ വേണ്ടേ എന്ന് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനിലെ അംഗങ്ങൾ ഇവിടെ പരാമർശിച്ച പോലെ കോളേജുമായി ബന്ധപ്പെട്ട യതീംഖാനയുമായി ബന്ധപ്പെട്ട ആളുകളുടെ നിശ്ചയദാർഢ്യത്തിനു മാത്രമായിരുന്നു അവർ മാർക്ക് നൽകിയിരുന്നത് എന്ന് ഈ സന്ദർഭത്തിൽ ഞാൻ സാന്ദർഭികമായി ഒന്ന് സൂചിപ്പിക്കുന്നു. നിശ്ചയദാർഢ്യത്തെ KM മൗലവി സാഹിബിന്റെ വ്യക്തിപരമായ ലൈബ്രറി യതീംഖാനയിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ വ്യക്തിഗത ഗ്രന്ഥാലയത്തെ ആണ് അന്ന് കോളേജ് പരിശോധനാ കമ്മിറ്റിയുടെ മുന്നിൽ കോളേജിന്റെ ലൈബ്രറിയായി സമർപ്പിച്ചത്. വലിയ ആളുകൾ, ഡോക്ടർ മത്തായിയെ പോലുള്ള വലിയ ആളുകളാണ് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത്. ഡോക്ടർ ജോൺ മത്തായിയെ പോലുള്ള പിൽക്കാലത്ത് പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ സ്റ്റാഫ് അംഗമായി തീർന്ന ഡോക്ടർ ജോൺ മത്തായി ഉൾപ്പെടെയുള്ള വലിയ മനുഷ്യരാണ് അന്ന് പരിശോധിക്കാൻ വന്നത്. അക്കാലഘട്ടങ്ങളിലെ വിദ്യാഭ്യാസ വിദഗ്ധന്മാരെന്ന് പറയുന്നത് വലിയ വലിയ മനുഷ്യരായിരുന്നു. പക്ഷെ അവര് ഇവിടെ വന്ന് MK ഹാജി സാഹിബിനെ, അതുപോലെ തന്നെ KM മൗലവി സാഹിബിന്റെ ഗ്രന്ഥാലയം, അതുപോലെ തന്നെ CH ഇബ്രാഹിം ഹാജിയെ പോലുള്ള, കുഞ്ഞാദ് ഹാജിയെ പോലുള്ള, പിന്നീട് ഈ തിരൂരങ്ങാടിയിൽ ഉണ്ടായിരുന്ന കാരാടൻ മുഹമ്മദ് ഹാജിയെ പോലെയൊക്കെയുള്ള ആളുകളെ കണ്ടപ്പോ അവർക്ക് ഇവരുടെ നിശ്ചയദാർഢ്യം, ആ നിശ്ചയദാർഢ്യത്തിന് വലിയ സ്ഥാപന ശൃംഖലകളെ ഏറ്റെടുക്കാൻ സാധിക്കുമെന്ന് തീർച്ചയായും അവർക്ക് തോന്നുകയുണ്ടായി. MK ഹാജി സാഹിബിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മളൊക്കെ എപ്പോഴും ഓർക്കുന്ന ഒരു സംഗതി, പരസ്പരം കൈമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഗതി, പുതിയ തലമുറയ്ക്ക് കൈമാറേണ്ട സംഗതി, നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന അപാരമായ ശക്തി വിശേഷമുള്ള ഒരു മാനസികാവസ്ഥയുണ്ട്, ഒരു സമീപനമുണ്ട്. ആ സമീപനമാണ് വലിയ മാറ്റങ്ങൾക്ക് നിമിത്തമാകുന്നത്. എല്ലാ പരിഷ്കർത്താക്കളുടെയും ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നിശ്ചയദാർഢ്യമായിരുന്നു. അതുകൊണ്ടാണല്ലോ യതീംഖാന സ്ഥാപിച്ച് കോഴിക്കോട്ടേക്ക് യതീംഖാനയുടെ ധനശേഖരണാർത്ഥം ഒരു സംഘവുമായി MK ഹാജി ചെന്നപ്പോ കോഴിക്കോട്ടെ വലിയ ഒരു ധനാഢ്യൻ അല്പസ്വല്പം പരിഹാസത്തോടുകൂടി എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് എന്ന് ചോദിച്ചപ്പോ MK ഹാജി സാഹിബ് ഒന്നും കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോ, എങ്കിൽ പിന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് യതീംഖാന നടത്താൻ സാധിക്കുക എന്ന് ചോദിച്ചപ്പോ, പടച്ച തമ്പുരാനെ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ യതീംഖാന സ്ഥാപിക്കുന്നത് എന്ന് പറഞ്ഞ് തിരിച്ചിറങ്ങാൻ പോയതും തുനിഞ്ഞതും ആ വലിയ ധനാഢ്യൻ ഈ മറുപടി അദ്ദേഹത്തിന്റെ മനസ്സിൽ ആഞ്ഞു തറച്ചതും പിന്നീട് യതീംഖാനക്ക് അദ്ദേഹം കൈയഞ്ഞ് സഹായം ചെയ്തതുമൊക്കെ നിശ്ചയദാർഢ്യം എന്ന് പറയുന്ന അപാര ശക്തി ദുർഗം. വാസ്തവത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനം ഉൾപ്പെടെ നമ്മുടെ ഏതൊരുവന്റെയും മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഏറ്റവും വലിയ പിൻബലമായി ചരിത്ര സമ്മേളനങ്ങളും ചരിത്ര സെമിനാറുകളും ഒക്കെ ബാക്കി വെക്കുന്നത് ഇത്തരത്തിലുള്ള നിലപാടുകളാണ്, ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളാണ്. നിശ്ചയദാർഢ്യം, സത്യമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന നിലപാടിനോടുള്ള പ്രതിബദ്ധതയും ആ പ്രതിബദ്ധത അരക്കിട്ട് ഉറപ്പിക്കുവാനുള്ള നിശ്ചയദാർഢ്യവും കലർപ്പില്ലാത്ത നിഷ്കളങ്കതയും സത്യസന്ധതയും ഉണ്ടെങ്കിൽ ആ നിശ്ചയദാർഢ്യത്തെ സംഘടിപ്പിക്കാൻ നമ്മൾ വല്ലാതെയൊന്നും മെനക്കെടേണ്ടി വരില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, തിരൂരങ്ങാടിക്ക് ഇങ്ങനെയുള്ള അപാരമായ ഒരു ചരിത്ര പ്രത്യേകതകളുണ്ട്. ഇന്ന് തിരൂരങ്ങാടി വളരെ പ്രസിദ്ധമാണ്. പക്ഷേ നമ്മൾ അറിയുന്നില്ലല്ലോ വാസ്തവത്തിൽ മുറ്റത്തെ മുല്ലയുടെ മണം വാസ്തവത്തിൽ ആ മുല്ലയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ അറിഞ്ഞുകൊള്ളണമെന്നില്ല. രാജീവ് ഗാന്ധി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി ഈ തിരൂരങ്ങാടി സന്ദർശിക്കാൻ അദ്ദേഹത്തിന്റെ കേരളത്തിലെ സന്ദർശനത്തിൽ തിരൂരങ്ങാടി ഉൾപ്പെട്ടത് തിരൂരങ്ങാടിയുടെ ചരിത്ര പശ്ചാത്തലമായിരുന്നു എന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി തിരൂരങ്ങാടിയെ കുറിച്ച് അറിയാൻ അദ്ദേഹം അന്ന് കൂടുതൽ താല്പര്യം കാണിക്കുകയുണ്ടായി. ലോക പ്രശസ്തമാണ് തിരൂരങ്ങാടി. അതുകൊണ്ടാണ് ഒലിവർ നൂണിനെ പോലുള്ള ആളുകൾ ലണ്ടൻ ആർക്കവൈസിൽ ചരിത്രരേഖകൾ പരിശോധിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിരൂരങ്ങാടിയെ കുറിച്ച് അത്ഭുതത്തോടു കൂടി അവർ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതും അതറിയാൻ മുന്നോട്ട് വരാൻ സന്നദ്ധരാകുന്നതും. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ചരിത്ര സമ്മേളനത്തിന്റെ ഒരുപാട് സന്ദേശ തലങ്ങൾ, ഒരുപാട് പ്രഖ്യാപന തലങ്ങൾ വാസ്തവത്തിൽ നമുക്ക് വഴികാട്ടികളായി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. മഹാരഥന്മാരൊക്കെ തുംഗദീപ്തികളായിരുന്നു, പർവ്വത സമാനമായ പ്രകാശ ഗോപുരങ്ങളായിരുന്നു. പഴയ കാലങ്ങളിൽ ആളുകൾക്ക് വഴിവിളക്കുകളായി പർവ്വതങ്ങളുടെ ഓരങ്ങളിൽ വിളക്കുകൾ സ്ഥാപിക്കപ്പെടാറുണ്ടായിരുന്നു. ഇവിടെ പരാമർശിക്കപ്പെട്ട മഹാന്മാരൊക്കെ തന്നെ മഹാരഥന്മാർ
വാസ്തവത്തിൽ പർവ്വത പ്രകാശങ്ങളായിരുന്നു. തീർച്ചയായും അവരുടെ വഴികൾ നമുക്ക് വലിയ മാർഗദീപമാണെന്ന് പറഞ്ഞുകൊണ്ട്, വലിയ രാജവീതികളാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ ചരിത്ര സമ്മേളനത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.